ശിവനും ശക്തിയും പരസ്പരം വേർപെടുത്താനാവാത്തതും ഒന്ന് മറ്റൊന്നിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യവുമാണ്. പ്രപഞ്ചത്തിലെ നിശ്ചലമായ നിഷ്ക്രിയമായ ബോധത്തെയാണ് ശിവൻ പ്രതിനിധീകരിക്കുന്നത്. അതേസമയം എല്ലാ ചലനാത്മകതയ്ക്കും ഊർജത്തിനും കാരണം ശക്തിയാണ്. ഒരു മൃതശരീരത്തെ പോലെ ജീവനില്ലാത്ത അവസ്ഥയിലാണ് ശക്തിയില്ലാത്ത ശിവൻ. ആ ശരീരം പ്രവർത്തിപ്പിക്കാനുള്ള ഊർജം ശക്തിയാണ്. ഈ ഊർജവും ബോധവും ഒത്തുചേരുമ്പോഴാണ് സൃഷ്ടി, സംരക്ഷണം, സംഹാരം എന്നിവ സംഭവിക്കുന്നത്. അതിനാൽ ശക്തിയില്ലാത്ത ശിവൻ ശവത്തിന് തുല്യനാണെന്ന് പറയപ്പെടുന്നു. ഈ ആശയമാണ് അർദ്ധനാരീശ്വര സങ്കല്പത്തിലൂടെയും പ്രകടമാകുന്നത്. ശിവന്റെ ഒരു പകുതിയായ ശക്തിയായ പാർവതിയെ ചിത്രീകരിക്കുന്നത് പുരുഷനും പ്രകൃതിയും ബോധവും ഊർജവും ആണും പെണ്ണും തമ്മിലുള്ള വേർതിരിക്കാനാവാത്ത ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ബോധവും ഊർജവും ഒരുപോലെ ആവശ്യമാണ്. അവ പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്.